ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എക്സൈറ്റിംഗ് വീഡിയോ. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു 5-സ്റ്റാർ ബുക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഹണ്ടാണ്. സോ 5-സ്റ്റാർ പൊട്ടൻഷ്യലുള്ള 3 ബുക്സ് ആണ് ഈ റീഡിംഗ് വ്ലോഗിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അറിയില്ല 5-സ്റ്റാർ ആവുമെന്ന്, ബട്ട് ദെൻ ദേ ഹാവ് സം പൊട്ടൻഷ്യൽ. സോ ദ ബുക്സ് ആർ ഫസ്റ്റ് വൺ ഒരു ഫാൻറ്റസിയാണ്, ബിക്കോസ് ഞാൻ ഭയങ്കര ഫാൻറ്റസി മോഡിലാണ് ഇപ്പോൾ കുറച്ചായിട്ട്. സോ ബ്ലഡ് ഓവർ ബ്രൈറ്റ് ഹേവൻ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇത് ഞാൻ ഒരുപാട് പേര് ഭയങ്കര നല്ല ഒപ്പീനിയൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഒരു ലൈറ്റർ റീഡാണ്. 7 ഇയേഴ്സിൽ ഇപ്പോൾ വായിച്ചത് തൊട്ട് എനിക്ക് റൊമാൻസ് ബുക്സ് ഭയങ്കരമായിട്ട് വായിക്കണം നല്ല ആഗ്രഹമുണ്ട്. അപ്പം എൻ്റെ സിസ്റ്റർ ഒരുപാട് കാലമായിട്ട് ബെഗ് ചെയ്തൊരു ബുക്കാണിത്. സോ ഐ എം ഫൈനലി റീഡിങ് ഇറ്റ്. 5 feet apart. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ മൂവി കണ്ടിട്ടുണ്ടാവും. സോ ഇതിൽ മെയിൽ ക്യാരക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് റിവർ ഡെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് കണ്ടിട്ട്, അപ്പോൾ അതിൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ മൂവി എനിക്ക് കാണണം ഇത് വായിച്ച് കഴിഞ്ഞിട്ട്. സോ ഇതാണ് എൻ്റെ സെക്കൻഡ് വൺ. തേർഡ് വൺ ഇസ് വെൻ വോൾഫ് കം ഹോം ബൈ നാറ്റ് കാസിഡി. ഇതെനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് റെക്കമെൻഡ് ചെയ്തത്, ആൻഡ് ആ ആൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, വർക്കായിട്ടുണ്ട്. സോ ഐ തിങ്ക് ദിസ് വിൽ വർക്ക് ഫോർ മീ ടു. സോ ദീസ് ആർ ദ ബുക്സ്. സോ വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഒരു റീഡിംഗ് അപ്ഡേറ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബ്ലഡ് ഓവർ ബ്രൈറ്റ് ഹേവൺ വായിക്കണം എന്നൊക്കെ. അത് തുടങ്ങുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തുടങ്ങി, പക്ഷെ അത് എനിക്ക് നിർത്തേണ്ടി വന്നു. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് 5 feet apart. ഒന്നുകൊണ്ടുമല്ല, അതൊരു ലൈബ്രറി ബുക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഡെഡ് ലൈൻ ഉണ്ട്, വേഗം കൊടുക്കണം. അപ്പോൾ 5 feet apart ഞാനൊരു 2 day കൊണ്ട് ഈ കുത്തിരുന്ന് കംപ്ലീറ്റ് ചെയ്തു. ഐ വാസ് സോ സ്മിറ്റൻ ബൈ ദാറ്റ് ബുക്ക്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് ഇറ്റ് അടിപൊളി ബുക്കാണോ? നിങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒന്നും കൊടുക്കണ്ട. ഇതൊരു 90s വൈബിലുള്ള ഒരു മില്ലനിയം ലവ് സ്റ്റോറിയാണ്. ഇതുപോലത്തെ സിമിലർ ബുക്സ് എന്ന് പറയുന്നത് വോക്ക് ടു റിമെമ്പർ ബൈ നിക്കോളാസ് സ്പാർക്സ്, പിന്നെ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ്, പിന്നെ അതുപോലെ ടിൽ ദ ലാസ്റ്റ് ബ്രെത്ത് ബൈ ദുർജോയ് ദൊട്ട. ഇതൊക്കെയാണ് എനിക്ക് സിമിലർ ആയിട്ട് തോന്നുന്നത്. സോ ഇതൊരു മില്ലനിയം കൈൻഡ് ഓഫ് ലവ് സ്റ്റോറിയാണ്. ബട്ട് ഇന്നത്തെ മോഡേൺ എറക്ക് മേ ബി അത് സെറ്റ് ആവണമെന്നില്ല. ബട്ട് ഇഫ് യു ആർ സ്കിപ്പിംഗ് ദ ബുക്ക്, ട്രൈ ടു സീ ദ മൂവി. കാരണം മൂവി കുറച്ചും കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. എനിക്ക് തോന്നുന്നു ബുക്കിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായത് മൂവിയാണ്. Seeing those characters on screen was so good. Like ഒരു ചേഞ്ചും ഇല്ല ബുക്കിന്ന്, ബട്ട് സ്റ്റിൽ I don't know, I love the characters in the screen. സോ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആണ് സ്റ്റെല്ല ആൻഡ് വിൽ. രണ്ടുപേർക്കും സിസ്റ്റിക് ഫൈബ്രോസിസ് ആണ്. സോ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഫേറ്റൽ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. സോ സ്റ്റെല്ലയ്ക്ക് പെട്ടെന്ന് സോർ ത്രോട്ട് വരുമ്പോൾ അവൾ അഡ്മിറ്റഡ് ആവുകയാണ്. അവൾ എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ തന്നെ. വില്ല് അവിടെ ഒരു കുറച്ച് നാളത്തെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം വന്നതാണ്. അങ്ങനെയാണ് അവർ രണ്ടുപേരും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. രണ്ടുപേർക്കും സിസ്റ്റിക് ഫൈബ്രോസിസ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റിക് ഫൈബ്രോസിസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒരിക്കലും ലൈക്ക് ഒരു 5-6 feet കൂടുതൽ രണ്ടുപേർക്കും ഒപ്പം നിൽക്കാൻ പറ്റില്ല. കാരണം അവർ ഭയങ്കര പ്രോൺ ടു ഇൻഫെക്ഷൻ കൈൻഡ് ഓഫ് ബോഡിയാണ് അവരത്. ലവിങ് എ പേഴ്സൺ ഹൂ യു കനോട്ട് ടച്ച് ഓർ ഹഗ്. അത് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുകയാണ്, ബട്ട് വി കാൺ ടച്ച് ദം, വി കാൺ ഹഗ് ദം. സോ ആ ഒരു അതിന്റെ ലിമിറ്റേഷൻസ് ആണ് ഈ ഒരു ബുക്കിനെ അത്രയും ബ്യൂട്ടിഫുൾ ആക്കിയത്. സോ ഐ റിയലി വിഷ് ലൈക്ക് ഇതൊരു അഡൾട്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുകയാണെങ്കിൽ, ലൈക്ക് 2 ക്യാരക്ടേഴ്സും ഇതിലുള്ളത് ടീനേജേഴ്സ് ആണ്. ബട്ട് ഇഫ് ദേ വുഡ് ഹാവ് ബീൻ ആൻ അഡൾട്ട്, അപ്പോൾ ഈ കാര്യങ്ങൾ അവരൊരു അഡൾട്ട് രീതിയിൽ ഡീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി എവിടേക്കോ. ആൻഡ് ദ റൈറ്റിംഗ് പാർട്ടിക്ക് വരികയാണെങ്കിൽ ഈ കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി റൈറ്റിംഗ് വേണമായിരുന്നു. ലൈക്ക് ദിസ് ഇസ് ലൈക്ക് ഭയങ്കര ഈസിലി റീഡബിൾ റൈറ്റിംഗ് ആണ്. ബട്ട് കുറച്ചൊരു ക്രിഞ്ച്, എവിടേക്കോ ഒരു ക്രിഞ്ചും ക്ലീശയൊക്കെ അടിച്ചു. സോ ആ കാര്യങ്ങൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബുക്ക് വായിക്കുമ്പോഴാണ് കൂടുതൽ ക്ലീശയായിട്ട് തോന്നിയത്. ബട്ട് മൂവി ആണെങ്കിൽ എനിക്ക് ആ ഒരു എലമെന്റ് അത്ര ക്ലീശ തോന്നിയില്ല. സോ അങ്ങനെ എനിക്ക് തോന്നി. സോ അത് രണ്ടും മാറ്റി വെക്കുകയാണെങ്കിൽ ദിസ് വാസ് എ റിയലി ഗുഡ് ബുക്ക്. എൻഡിംഗിൽ ഐ വാസ് ജസ്റ്റ് ടിയറിങ് അപ്പ്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ, സോ മെസ്മറൈസിങ്. ലവ് ദ ക്യാരക്ടേഴ്സ്, ലവ് എവറിത്തിങ്, ലവ് ദെയർ ആ ഒരു ബൗണ്ടറി ഉള്ള ആ ഒരു ലവ് സ്റ്റോറി, ദ കെമിസ്ട്രി, എവറിത്തിങ് വർക്ക് ഫോർ മീ. അപ്പൊ ഈ ഒരു ബുക്ക് കാരണം ഞാൻ എന്താണ് വിചാരിച്ചത് അത് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ലൈക്ക് ഇതൊരു 4.2 star റീഡ് ആണെങ്കിലും ഐ റിയലി ഹാഡ് എ ഗുഡ് ടൈം ആൻഡ് ഇറ്റ് വാസ് സോ മച്ച് എന്റർടൈനിങ്. സോ ദിസ് ഇസ് വൈ ഐ ലവ് റീഡിങ്. ഐ വോണ്ട് സംതിങ് ടു ഷുക്ക് മീ, അല്ലെങ്കിൽ എന്താ പറയുക, സംതിങ് ടു ഇമ്പാക്ട് മീ, സംതിങ് ഐ നീഡ് ടു ഫീൽ സംതിങ്. അപ്പൊ അതൊക്കെ എനിക്ക് ഇതിലൂടെ ഡെലിവേർഡ് ആയി. ഇനി നെക്സ്റ്റ് വൺ ബ്ലഡ് ഓവർ ബ്രൈറ്റ് ഹേവൻ ഞാൻ അഗെയിൻ റിസ്യൂം ചെയ്തു. സോ ബ്ലഡ് ഓവർ ബ്രൈറ്റ് ഹേവനും നല്ല അടിപൊളിയാണ്. ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് പ്ലോട്ട് പറയാനുള്ള അവിടെ എത്തിയില്ല, ജസ്റ്റ് ചാപ്റ്റർ 3 എത്തിയിട്ടുള്ളൂ. ഇറ്റ്സ് എ ബിഗ് ബുക്ക്. സോ ഞാൻ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായി കഴിഞ്ഞാൽ ഐ വിൽ ഗിവ് യു ആൻ അപ്ഡേറ്റ്. ബട്ട് ഐ എം ഹാവിംഗ് ഗുഡ് ടൈം.
1 hour and I'm almost on 23%. That means ഒരു 150 പേജ് ഒക്കെ ആയി ആൻഡ് നൗ ദ സ്റ്റോറി ഈസ് ഗോയിങ് വെരി വെൽ. സോ ഇത് എന്ന് പറയുന്നത് ഇതിലൊരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട് ആൻഡ് ആ വേൾഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ദേ ഹാവ് മാജിക് ആൻഡ് മാജിക് എന്ന് പറയുമ്പോൾ ദേ ആർ മേജസ്. അപ്പോൾ മേജസ് എന്ന് പറയുമ്പോൾ ലൈക്ക് എന്താ പറയുക, ദേ മാജിക് ഒക്കെ ചെയ്യുന്ന ദേ ക്യാൻ ഡു മാജിക് ഫ്രം ദ എർത്ത്, ആ ഒരു കൈൻഡ് ഓഫ് തിങ് ആണ്. സോ ദർ ഇസ് എൻ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ കൊല്ലും ഒരു എക്സാം ഉണ്ടാവും. അപ്പോൾ ആ എക്സാമിൽ പാസ്സായി കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയിൽ ഹൈമേജ് ആയിട്ട് അവിടെ അവരുടെ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് ആകെ 10 വർഷത്തിൽ ഒരു തവണയാണ് ചാൻസ് കിട്ടുന്നത്. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ സയോണ ഭയങ്കര ഒബ്സസ്ഡ് ആണ് വിത്ത് മാജിക് ആൻഡ് പവർ. അവൾ ഭയങ്കര ടാലൻറ്റഡ് ആണ്. ബട്ട് അവളൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ചാൻസേ ഉള്ളൂ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ. സോ നൗ ഷീസ് എ ഹൈമേജ്. അവൾ ആ ഒരു എക്സാം എടുത്ത് അവൾ അത് പാസ്സായിട്ട് അവളൊരു ഹൈമേജായി അവളുടെ ആ ഒരു ഡ്രീം അവൾ നടത്തി. ബട്ട് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ പല സിറ്റുവേഷനിലും അവൾക്ക് വേണ്ടതായിട്ടുള്ള ഫെസിലിറ്റീസും അവൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും അവൾക്ക് കിട്ടുന്നില്ല. എപ്പോഴും ഷീസ് ലുക്ക് ഡൗൺ. കാരണം ഒരു ആദ്യമായിട്ടാണ് ഹിസ്റ്ററിയിൽ ഒരു പെണ്ണൊരു ഹൈമേജ് ആവുന്നത്. സോ അങ്ങനത്തെ കുറേ ജെൻഡർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആൻഡ് എല്ലാ ഹൈമേജുകൾക്കും ഒരു നല്ലൊരു അസിസ്റ്റൻ്റ് ഉണ്ടാവും. ബട്ട് ഇവൾക്ക് ഒരു അസിസ്റ്റൻ്റ് ഇല്ല, ബിക്കോസ് നോ വൺ ഈസ് റെഡി ടു വർക്ക് അണ്ടർ എ വുമൺ. സോ അത് കാരണം തന്നെ അവിടെയുള്ള ഒരു നിലം തുടക്കുന്ന ആളാണ് അവളുടെ അസിസ്റ്റൻ്റ് ആക്കിയിട്ട് അവർ കൊടുക്കുക. ആൻഡ് അതെന്ന് പറഞ്ഞാൽ അവൾ അത്രയും ഇൻസൾട്ടിങ് രീതിയിലാണ് അതൊക്കെ നടക്കുന്നത്. ആൻഡ് നിലം തുടക്കുന്ന ഈ ഒരു ജാനിറ്ററാണ് തോന്നുന്നു നമ്മുടെ മെയിൻ മെയിൽ ക്യാരക്ടർ. സോ ഹിസ് നെയിം ഈസ് തോമിൽ. സോ ഹി ഹാവ് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. അവൻ ഈ ഒരു പ്ലേസ് എന്നല്ല. ആൻഡ് സയോണയും അവനും തമ്മിൽ ഇപ്പോൾ അവൾ എല്ലാം അവനെ ടീച്ച് ചെയ്യാണ്, ലൈക്ക് ടു നോ മോർ അബൌട്ട്. അതുപോലെ അവളെ ഹെൽപ്പ് ചെയ്യണം ആസ് എൻ അസിസ്റ്റൻ്റ് എന്നുണ്ടെങ്കിൽ അവനക്കും ഇതിനെ പറ്റി ഒരു കുറച്ച് ഐഡിയ വേണം. ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ക്വാളിറ്റി റിച്ച് റൈറ്റിംഗ് ആണ്. അപ്പോൾ I know things are going to go good. So I have high hopes for this one. At least ഒരു 4 star എങ്കിലും ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ the chapters are അത്യാവശ്യം ലെങ്തിയർ ആണ്. ബട്ട് എവറി ചാപ്റ്റർ എൻഡ്സ് ഓൺ എ ബാങ്. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. വി കാൻ സ്റ്റോപ്പ് ഇറ്റ്. എല്ലാം അടിപൊളിയാണ്. ലൈക്ക് ദ വേൾഡ് ബിൽഡിംഗ് ഈസ് വെരി ക്ലിയർ, ക്യാരക്ടേഴ്സ് ആർ ഗുഡ് ആൻഡ് ദേ ഹാവ് ദാറ്റ് ടെൻഷൻ ബിറ്റ്വീൻ ദം. ഇതൊരു സീരീസ് ഒന്നുമല്ല, ഇതൊരു സ്റ്റാൻഡ് അലോൺ ആണ്. സോ വി ഗെറ്റ് എവറിത്തിങ്, എല്ലാം ഇതിൽ തന്നെ കിട്ടും. സോ I have high hopes for this one. അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രോഗ്രസ് ആയിട്ട് I will let you know. Back with an update on Blood Over Bright Havens. I'm having the best time of my life. എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട്, ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് കംപ്ലീറ്റ് ദിസ് ബുക്ക്. അതാണ് എൻ്റെ ഫീലിംഗ്. ആൻഡ് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒരു ഇൻറ്ററപ്ഷനും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യുക, അതാണ് എൻ്റെ കറണ്ട് ഫീൽ. അത്രയും ഇൻവെസ്റ്റഡ് ആണ് ഞാൻ. ഇത് ഇന്നലെ ഞാനൊരു ഈവനിങ് എത്തിയപ്പോൾ ഒരു 40-50% എത്തി. ആൻഡ് ഞാൻ കൺട്രോൾ ചെയ്യാണ്, ലൈക്ക് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ. കാരണം എനിക്കൊരു അപ്ഡേറ്റ് തരണം. അപ്ഡേറ്റ് തന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് എനിക്കത് വായിച്ചിട്ട് ബാക്കി ഫൈനൽ അപ്ഡേറ്റ് തരാൻ പറ്റും. ഞാൻ പറഞ്ഞു നിർത്തിയതെന്ന് പറയുന്നത് സയോന അവളൊരു ഹൈമേജ് ആയി. അപ്പോൾ ഒൺലി ഹിസ്റ്ററിയിലൊരു വുമൺ ഹൈമേജ് ആണ് അവള്. ആൻഡ് അവളുടെ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അവിടെ അവരെ യൂണിവേഴ്സിറ്റി തുടക്കാൻ വരുന്ന ഒരാളെയാണ് അവൾക്ക് അസിസ്റ്റന്റ് ആയിട്ട് കിട്ടുക. അവന്റെ പേരാണ് തോമിൽ. അപ്പൊ അവനാണ് മെയിൽ ക്യാരക്ടർ ഓഫ് ദിസ് ബുക്ക്. അപ്പോൾ ഇനി ബാക്കി പ്ലോട്ടിക്ക് കടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഞാൻ ഈ ഒരു വേൾഡ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് ചെറിയതായിട്ടുള്ള ഒരു ഗ്ലിംസ് തരാം. കാരണം വേൾഡ് ബിൽഡിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയർ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ലൈക്ക് ഇപ്പോൾ കറന്റ്ലി സയോനും തോമിലും സ്റ്റേ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു സിറ്റിയിലാണ്, ഒരു സിവിലൈസ്ഡ് സിറ്റി. ആൻഡ് ആ ഒരു സിറ്റി എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ബൈ ഗോഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഗോഡ്സ് ആണ് ഈ ഒരു ഹൈ മേജസ്, എന്താ പറയുക, അവർ മാജിക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ ഒരു സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ ഈ സിറ്റിയിലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഗോഡിൽ അവർ ബിലീവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗോഡാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും. അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ബ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ബ്ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഈവിളാണ്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ലൈക്ക് ഒരു ഈവിളാണ് ദാറ്റ് കിൽസ് പീപ്പിൾ. കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ലൈറ്റ്നിങ് ഒക്കെ പോലെ ഉള്ളൊരു എഫക്റ്റ് ആണ് ഈ ബ്ലൈറ്റ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഗോഡ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നത്.
അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റിക്ക് പുറത്ത്, അവരുടെ ബൗണ്ടറിക്ക് പുറത്ത് വേറെ വർഗം ഉള്ള ആൾക്കാരുണ്ട്. അവരാണ് ക്വെൻ. അപ്പൊ ആ വർഗത്തിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ തോമിൽ. അപ്പൊ തോമിൽ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നതാണ് ബിക്കോസ് ഓഫ് ബ്ലൈറ്റ്. തോമിലിന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ നഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലൈറ്റ് കാരണമാണ്. അവരൊക്കെ മരിച്ചുപോയി. ആൻഡ് തോമിൽ മാത്രം എസ്കേപ്പ് ചെയ്തിട്ട് ക്രോസ് ചെയ്തു ഇൻ ടു ദ സിറ്റി. അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ സേഫ്. അപ്പോൾ ഈ സിറ്റിയിലുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ സയോണ ഒക്കെ ചെറുപ്പം തൊട്ടേ ബിലീവ് ചെയ്യുന്ന ലൈക്ക് ദേ ബിലീവ് ഇൻ ദെയർ ഗോഡ്. ആൻഡ് ആ ഗോഡാണ് അവരെ ബ്ലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഔട്ട്സൈഡ് പീപ്പിൾ ദേ ഡു നോട്ട് ബിലീവ് ഇൻ ഗോഡ്. സോ അവര് ദേ ആർ എക്സ്പോസ് ടു ബ്ലൈറ്റ്. അതുകൊണ്ടാണ് അവർ മരിക്കുന്നത്. സോ ഇങ്ങനെയാണ് സയോനൊക്കെ ബിലീവ് ചെയ്യുന്നത്. സയോന എന്നല്ല, ആ ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാരൊക്കെ ബിലീവ് ചെയ്യുന്നത്. ഇതുപോലെ തോമിലിനെ പോലെ ഒരുപാട് ക്വെൻസ് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്, ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ സിറ്റിയിലോട്ട്. അവരൊക്കെ ദേ ആർ ഇൻഫീരിയർ ടു ദം, ഈ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക്. എന്താ പറയുക, ഒരു താഴ്ന്ന ജാതി എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അവരെ കാണുന്നത്. ആൻഡ് സയോന ഓൾറെഡി ഒരു വുമൺ ആയതുകൊണ്ടും അവള് ഒരു വുമൺ ഹൈമേജ് ഇൻ ദ ഹിസ്റ്ററി ആദ്യമായിട്ട് ആയതുകൊണ്ടും സയോന ഓൾറെഡി ഇൻഫീരിയർ ആണ് ടു റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ. അപ്പൊ സയോനേക്കാളും താഴെയാണ് ക്വെൻ പീപ്പിൾ നിൽക്കുന്നത്, ലൈക്ക് തോമിൽ. അപ്പോൾ അതുകൊണ്ടാണ് സയോണക്ക് ശരിക്കും തോമിലിനോടുള്ള ഒരു കണക്ഷൻ. ലൈക്ക് അതുകൊണ്ട് സയോണ ഒരിക്കലും തോമിലിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നില്ല. ലൈക്ക് ഷീ ട്രീറ്റ്സ് ആസ് ഹെർ ഈക്വൽ. ലൈക്ക് അവളുടെ പോലെ ഒരു കൊലീഗായിട്ടാണ് തോമിലിനെ അവൾ കാണുന്നത്. സോ അതാണ് ഇതിലെ വേൾഡ് ബിൽഡിംഗ്, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവർ രണ്ടുപേരും ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഡിഗ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സത്യം അവർ മനസ്സിലാക്കുന്നത്. ദേ റിയലൈസ് സംതിങ്. അത് ഹ്യൂജ് ആണ്. വിച്ച് ഇസ് ലൈക്ക് സയോൺ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന അവളുടെ ഗോഡ് മോറലി ഗുഡ് ആണോ അതോ ഒരു ഈവിൾ ഗ്രീഡി ഗോഡാണോ എന്നുള്ളത്. ആൻഡ് അത് കംപ്ലീറ്റ്ലി സയോണനെ ഷാറ്റർ ആക്കും. കാരണം അവളുടെ ഇത്രയും കാലം ചെറുപ്പം തൊട്ടേ വിശ്വസിച്ചിരുന്ന അവളുടെ ബിലീഫ്സിനൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അവർ കണ്ടെത്തുന്നത്. ആൻഡ് അവൾക്ക് തന്നെ അറിയില്ല അവൾ ഇത് വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ. സോ ഐ റിയലി ലവ് ദാറ്റ് എലമെന്റ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുണ്ടാവില്ല, ബിക്കോസ് ഫുൾ വേൾഡ് ബിൽഡിംഗ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങളിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് പിക്ചർ മനസ്സിലാവുമ്പോൾ യു വിൽ ബി സോ ബ്ലോൺ അവേ, ബിക്കോസ് ഇറ്റ്സ് റിയലി ഗുഡ്. ഇനി എനിക്ക് അറിയേണ്ടതെന്ന് പറയുന്നത് എവിടേക്കാണ് ഓദർ ഇത് കൊണ്ടുപോകുന്നതെന്നാണ്. എൻഡിങ് എങ്ങനെയായിരിക്കും? ഇതേ മൊമെന്റം വെച്ചിട്ടാണ് എൻഡിങ്ങും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ഗോയിങ് ടു ബി എ 5 സ്റ്റാർ ഫോർ മീ. മൈ ഹണ്ട് ഇസ് ഓവർ. ഐ ഗോട്ട് എ 5 സ്റ്റാർ. അങ്ങനെയാണെങ്കിൽ ഇതാ ഒരു ഹ്യൂജ് തിങ് ഹിറ്റ് ചെയ്ത സമയത്ത് ഐ വാസ് ലിറ്ററലി എന്താ പറയാ സ്പീച്ച്ലെസ് ആയിരുന്നു. ആൻഡ് എനിക്ക് എങ്ങനെ നിങ്ങളത് കൺവിൻസ് ചെയ്യണമെന്ന് അറിയില്ല. ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും എക്സൈറ്റഡ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ഇനി ഒന്നും പറയാനില്ല. യു ഹാവ് ടു റീഡ് ദിസ് വൺ ഇഫ് യു ആർ എ ഫാന്റസി ലവർ. അപ്പോ ഇതൊക്കെയാണ് സോ ഫാർ എന്റെ തോട്ട്സ്. അപ്പോ ഇന്ന് എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യും. ഐ ഗിവ് യു എ ഫൈനൽ അപ്ഡേറ്റ്. ബ്ലഡ് ഓവർ ബ്രൈറ്റ് ഹേവൻസ് കംപ്ലീറ്റ് ചെയ്തു. ഗെസ് വാട്ട്? ഇറ്റ് വാസ് എ 5 സ്റ്റാർ റേറ്റ് ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. അപ്പോൾ ഐ എം സോ ഹാപ്പി. വീഡിയോ ഇസ് ഗോയിങ് വെരി വെൽ. ഇനി എങ്ങനെയൊക്കെ ആവും എന്നറിയില്ല, ബട്ട് സ്റ്റിൽ ഐ റിയലി ലവ്ഡ് ബ്ലഡ് ഓവർ ബ്രൈറ്റ് ഹേവൻസ് ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി ഇൻ മൈ ടോപ്പ് ബുക്ക് ഓഫ് ദ ഇയർ എന്തായാലും. സോ ഹാഫ് വേ പോയിന്റിൽ ഐ ടോൾഡ് യു ലൈക്ക് എല്ലാ വേൾഡ് ബിൽഡിങ്ങിനെ പറ്റിയിട്ടും. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വാസ് ലൈക്ക് അതിന്റെ ആഫ്റ്റർ കോഴ്സസ് ആയിരുന്നു ഹാപ്പനിങ് ആൻഡ് ദെൻ എൻഡിങ് ഹാപ്പൻഡ്. അപ്പോൾ എൻഡിങ്ങിനെ പറ്റിയിട്ടായിരുന്നു എൻ്റെ ആകെയുള്ള ഒരു വറി, ബട്ട് ദാറ്റ് വാസ് സോ മച്ച് ഗുഡ് ടു ദ പ്ലോട്ട്. ആ ഒരു ബുക്ക് എങ്ങനെയാണ് എൻഡ് ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ ആയിരുന്നു അത് എൻഡ് ചെയ്തത്. Till the end, it kept the momentum, it kept me like interested, intrigued എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു അഡ്രിനാലിൻ റഷ് വാസ് ദെയർ ത്രൂ ഔട്ട് ദ ബുക്ക്. ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ ക്യാരക്ടറിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല ഇതില് തോമലിന്. ബട്ട് സയോന ആണ് ഇതിൽ സ്റ്റാർ. അവളാണ് ഈ ഒരു സ്റ്റോറി കംപ്ലീറ്റ്ലി കൊണ്ടുപോകുന്നത് ആൻഡ് അവളിലാണ് നമ്മൾ നമ്മളുടെ ട്രസ്റ്റ് ഇടുന്നത്. ബിക്കോസ് ഷീ ഈസ് ഗോയിങ് ടു ഡു എവറിത്തിങ്, ഷീ ഈസ് ഗോയിങ് ടു മേക്ക് എവറിത്തിങ് റൈറ്റ്. അപ്പൊ ആ ഒരു ട്രസ്റ്റിൽ എവിടേക്കോ എനിക്കൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ലൈക്ക് വെദർ, കാരണം അവളൊരു യങ് ആണ് എങ്ങനെ ആയാലും, അവള് അധികം ഏജ് ഇല്ല അവൾക്ക്. അപ്പോൾ ഓൾസോ അവളൊരു എന്താ പറയുക, അവളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ഇത് വരും നമ്മുടെ ഉള്ളില്.
ബട്ട് ഞാൻ അവള് കംപ്ലീറ്റ്ലി അൺലൈക്കബിൾ ക്യാരക്ടർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഷീ ഈസ് വെരി ബ്രൈറ്റ് ബ്രേവ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ബട്ട് സ്റ്റിൽ ഹർ ഡിസിഷൻസ് ക്യാൻ ബി എ ബിറ്റ് ഫൂളിഷ് അറ്റ് ടൈംസ്. പിന്നെ വാട്ട് ഐ റിയലി ലവ്ഡ് അബൌട്ട് ദിസ് ബുക്ക് ഇസ് എന്താ പറയുക, അതിലുള്ള ആ ഒരു വേൾഡ് ബിൽഡിംഗ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. ആൻഡ് അത് കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ദ എൻഡ് വരെ അത് കംപ്ലീറ്റ്ലി അതേപോലെ ആ ഒരു മൊമെന്റത്തിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഇംപ്രസ്ഡ് മീ, ഈ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരുപാട് സോഷ്യൽ മെസ്സേജസ് ഉണ്ട്. മിസോജിനിസം, കൊളോണിയലിസം, സെക്സിസം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് പീപ്പിൾ ജസ്റ്റിഫൈങ് ദംസെൽഫ് ഡൂയിങ് ക്രൂവൽ തിങ്സ്. ഓൾസോ ഒരു സൈഡ് ലൈൻ റൊമാൻസും വരുന്നുണ്ട്. ബട്ട് അത് അത്രയും സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അത് അധികം ഗ്രോത്തോ ഒന്നും ഡെപ്തോ ഒന്നുമില്ല. അതില്ലെങ്കിലും വിച്ച് വാസ് ഫൈൻ, കാരണം അതൊരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കംപ്ലീറ്റ്ലി നമ്മൾ ഇൻവെസ്റ്റഡ് എന്ന് പറയുന്നത് ഈ ഒരു വേൾഡ് ബിൽഡിംഗിലായിരിക്കും. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ബേബൽ വായിച്ചു കഴിഞ്ഞ ആ ഒരു ഫീലിങ്സ് ആയിരുന്നു. ലൈക്ക് ബേബൽ കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്, വേൾഡ് ബിൽഡിംഗ് കുറച്ചും കൂടെ ടഫാണ്, അതുപോലെ തന്നെ റൈറ്റിങ്ങും കുറച്ച് ടഫാണ്, കുറച്ച് ലെങ്ത്തും ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അതിന്റെ ഒരു ഈസി വേർഷൻ ആണ്. കാരണം ഇത് ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്. ഇതിൽ വേൾഡ് ബിൽഡിംഗ് ഭയങ്കര ഈസിയാണ്, ക്യാരക്ടേഴ്സും ഗുഡ് ആണ്, പിന്നെ റൈറ്റിങ്ങും ഭയങ്കര നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ റൈറ്റിംഗ് ആണ്. മൊത്തത്തിൽ ഇത് ഇതിന്റെ ഒരു ഈസി പാക്കേജ് ആണ്. സോ നിങ്ങൾ ബേബിൾ വായിച്ചിട്ട് നിങ്ങൾക്ക് അതിനായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വായിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇതിലധികം ഇൻഫോ ഡംപിങ്ങോ ഓവർ ആയിട്ടുള്ള അതൊന്നും ഇല്ല, ഒക്കെ ഭയങ്കര കട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടാണ്. അതുപോലെ ഇഫ് യു ആർ എ ഫാന്റസി ലവർ, ഇഫ് യു ലവ് റീഡിംഗ് ഫാന്റസി, ഡെഫിനറ്റ്ലി ട്രൈ ദിസ് വൺ. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. സോ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ വിച്ച് ഇസ് വെൻ ദ വോൾഫ് കംസ് ഹോം. അപ്പോൾ അത് വായിച്ചിട്ട് ഐ ഗിവ് യു an update. ഹലോ, ഒരു അപ്ഡേറ്റ്. അപ്പോൾ വെൻ ദ വോൾഫ് കംസ് ഹോം ഞാൻ 40% എത്തി ആൻഡ് ഇറ്റ്സ് ഗോയിങ് റിയലി വെൽ. ഞാൻ ഈ ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് കാര്യമായിട്ട് ഈ ബുക്കിനെ പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല. ഞാൻ ബ്ലൈൻഡ് ആയിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചതാണ്. ബിക്കോസ് വെൻ ഐ വാസ് സീയിങ് ദ റിവ്യൂസ്, ഇതിനെ പറ്റിയുള്ള റിവ്യൂസ് കേൾക്കുമ്പോഴൊക്കെ മിക്കവരും 5 സ്റ്റാർ ആയിരുന്നു കൊടുത്തിരുന്നു. ഞാൻ ദേ സീയിങ് ലൈക്ക് ബ്ലൈൻഡ് ആയിട്ട് വായിക്കണം, ലൈക്ക് യു ഷുഡന്റ് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ഹൊറർ ബുക്കാണ്, ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു ഹൊറർ ബുക്കാണ്. സോ എനിക്ക് ഒരുപാടൊന്നും നിങ്ങളോട് പറയണ്ട, ജസ്റ്റ് ഒരു ബ്രീഫ് ലൈൻ ഞാൻ പറഞ്ഞുതരാം. സോ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ജെസ്. ആൻഡ് ജെസ് ഇസ് ഹാവിങ് ദ വേഴ്സ്റ്റ് നൈറ്റ് ഓഫ് ഹർ ലൈഫ്. അവളുടെ ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഷീ ഹാവ് ദിസ് ഒരു എൻകൗണ്ടർ വിത്ത് എ കിഡ്. അവളുടെ ബാക്ക് യാർഡിൽ ഒരു കുട്ടി ഉണ്ടാവും. ആ കുട്ടീനെ അവള് കാണുകയാണ്. ആൻഡ് അവൾ ആ കുട്ടീനെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് കോസി ആക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഭയങ്കരമായിട്ട് ഒരു ആർഗ്യുമെന്റിന്റെ ശബ്ദമൊക്കെ കേൾക്കുന്നത്. ആൻഡ് വെൻ ഷീ എന്താ പറയുക എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി നോക്കുമ്പോൾ അവിടെ ഒരു എന്താ പറയുക സ്ലാഷറാണ് ഹാപ്പനിങ്. ലൈക്ക് ഒരു ബിഗ് വെയർവോൾഫ് ഉണ്ട്. വെയർവോൾഫ് എല്ലാരെയും കൊല്ലുകയാണ്. അവിടുന്ന് അവൾ ഈ കുട്ടിയുമായിട്ട് ഷീസ് ഓൺ ദ റൺ ടു എസ്കേപ്പ്. ബട്ട് സംഹൗ അവള് പോകുന്നിടത്തൊക്കെ ഓരോ പ്രശ്നങ്ങളും അവളെ പിന്നാലെ ഈ വെയർവോൾഫ് അവളെ ചേസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ. ഷീസ് ഓൺ ദിസ് റൺ വിത്ത് ദിസ് കിഡ്. അവൾക്ക് ആരാ ഏതാന്നൊന്നും അറിയാത്ത ഈ ഒരു കുട്ടീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. എനിക്കിത് ഭയങ്കര ഒരു യുണീക് കോൺസെപ്റ്റ് ആയിട്ട് തോന്നി. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു വെയർവോൾഫ് കൈൻഡ് ഓഫ് തിങ് വായിച്ചിട്ടില്ല ഇതുപോലെ ഹൊററിൽ. ആൻഡ് 50% എത്തുമ്പോൾ യു ഗെറ്റ് ടു നോ മോർ അബൌട്ട് വാട്ട് ഇസ് ഹാപ്പനിങ് അറൌണ്ട് ജെസ്. അതിനെപ്പറ്റി കുറച്ചൊക്കെ ഒരു ധാരണയും ഒരു ഇതൊക്കെ കിട്ടും. ആൻഡ് ദാറ്റ് വാസ് സോ അമേസിങ്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഐ ആം റിയലി എൻജോയിങ്. ഐ വോണ്ട് ടു സീ വേർ ദിസ് ഇസ് ഗോയിങ്. ലൈക്ക് എനിക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എവിടെയാണ്, എന്താണ് ഈ സ്റ്റോറി സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ഇനി സംഭവിക്കുക, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ അറിയാൻ ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി ഉണ്ട്. സോ ബാക്കിയോട് വായിച്ചിട്ട് ഐ വിൽ ഗിവ് യു ഫൈനൽ അപ്ഡേറ്റ്. ലെറ്റ്സ് സീ ഇഫ് ദിസ് ഇസ് എ 5 സ്റ്റാർ ബുക്ക്. ലാസ്റ്റ് അപ്ഡേറ്റ് വെൻ ദ വോൾഫ് കംസ് ഹോം കംപ്ലീറ്റ് ചെയ്തു. ജസ്റ്റ് നൗ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഐ കാൺ സ്റ്റിൽ റിക്കവർ ഫ്രം ഇറ്റ്. വാട്ട് ആൻ എൻഡിങ്. കാരണം ഞാനിത് വായിക്കുന്ന സമയത്ത് ഐ വാസ് ഓൺലി ക്യൂരിയസ് അബൌട്ട് ലൈക്ക് എങ്ങനെയായിരിക്കും ഇത് എൻഡ് ചെയ്യുന്നത്. കാരണം ഇതൊരു അത്രയും യുണീക്ക് ആൻഡ് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. സോ എങ്ങനെയും എൻഡ് ചെയ്യാം. സോ എങ്ങനെ ആയിരിക്കും ഇത് എൻഡ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ജസ്റ്റ് എന്താ പറയുക, എനിക്കിപ്പോഴും അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലൈക്ക് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്ന് ഐ നീഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. വാട്ട് ഹാപ്പൻ റിയലി, എന്താണ് അതിൽ ശരിക്കും സംഭവിച്ചതെന്ന്
എന്താ പറയാ, എവിടെയെങ്കിലും ഇരുന്നൊന്ന് മനസ്സിലാകണം. ബിക്കോസ് അത്രയും ഇമ്പാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ്. ഐ തിങ്ക് സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുറച്ചും കൂടെ കൂടുതൽ ഇൻട്രീഗിങ് ആൻഡ് നമുക്ക് കുറെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊരു ഹൊറർ ബുക്കാണ്, അപ്പോൾ ഹൊറിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ബട്ട് അറ്റ് ദി സെയിം ടൈം അതിനൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആയപ്പോൾ ഇറ്റ് വാസ് റിയലി അമ്യൂസിങ്. അതുപോലെ ഈവൻ അറ്റ് ദ എൻഡ് ഇതിനൊരു മെസ്സേജ്, നമുക്ക് നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ജസ്റ്റ് ഹിറ്റ്സ് യു ഇൻ ദ ലൈക്ക് എവിടെയാണോ അത് ഹിറ്റ് ചെയ്യേണ്ടത് അവിടെ തന്നെ അത് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യും. ആൻഡ് എനിക്കിത് കൂടുതൽ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു എക്സ്പെക്ടേഷൻ കൂട്ടണ്ട, ബിക്കോസ് എല്ലാവർക്കും ഒരേ ഒപ്പീനിയൻ ആവണമെന്നില്ല. ബട്ട് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഐ റിയലി ഹാഡ് എ ഗുഡ് ടൈം വിത്ത് ഇറ്റ്. ഐ സ്റ്റിൽ എന്താ പറയുക, എനിക്ക് റിക്കവർ ആവാൻ പറ്റില്ല. സ്റ്റിൽ ഐ എം തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഇതിൻ്റെ തലയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആ ഒരു എൻഡിങ്ങിനെ പറ്റിയിട്ടാണ്. പേസിങ് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് റിയലി എന്താ പറയുക ഈസി ആയിട്ടുള്ള പേസിങ് ആയിരുന്നു. ലാംഗ്വേജും ഭയങ്കര വായിക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു. മൊത്തത്തിൽ ടോട്ടലി ഒരു എല്ലാം പാക്ഡ് ആയിട്ട് ഒരു ഇമോഷൻസും ഹൊററും പല കാര്യങ്ങളും മോറൽ ആയിട്ടുള്ള കാര്യങ്ങളും മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും മെസ്സേജസും ഒക്കെ പാക്ഡ് ആയിട്ടുള്ള ഒരു ബുക്കായിട്ട് തോന്നി. ആൻഡ് ഇറ്റ്സ് അബൌട്ട് എന്താ പറയുക പേഷ്യൻസ്, ഹോപ്പ്, അല്ലെങ്കിൽ ബാഡ് പാരന്റിങ്, ഗുഡ് പാരന്റിങ്, പിന്നെ ഹൗ ഒരു ഗുഡ് പേഴ്സണിന് എങ്ങനെ ഒരു കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അതുപോലെ ഒരു ബാഡ് പേഴ്സൺ എങ്ങനെ ഒരു കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുന്നതൊക്കെ വേഗമായിട്ടായിരിക്കും തോന്നുന്നത്, ബട്ട് സ്റ്റിൽ നിങ്ങൾ വായിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് ഐ റിയലി ഹാഡ് എ ഗുഡ് ടൈം. എസ്പെഷ്യലി ഐ എം എ ഫാൻ ഓഫ് ഹൊറർ, സോ ഫോർ മീ ദിസ് വാസ് ലൈക്ക് ഗ്രേറ്റ്. After reading this book, I was like literally so shocked by the ending. ആ ഒരു ബുക്കിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു. ആൻഡ് ഐ റിയലി ലവ്ഡ് വാട്ട് ഓതർ ഡിഡ് വിത്ത് ദാറ്റ് തിങ്. അത് നിങ്ങൾ എന്താ വായിക്കുമ്പോൾ മനസ്സിലാവും. സോ I definitely recommend this one. Please, if you are a horror lover, try this one. Also, if you are a fantasy lover, don't miss Blood Over Bright Heavens. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റായിരുന്നു. ബിക്കോസ് ഐ റെഡ് 2 5 stars ആൻഡ് 1 4.2 star. സോ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ എനിക്ക് തോന്നുന്നില്ല ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വൺ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ബുക്സ് ഇതിൽ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ദം, ഓർ ഇഫ് യു ആർ പ്ലാനിങ് ടു. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ബുക്ക് റിവ്യൂസ്, ബുക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് ചെയ്യാറ്. സോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ്, ഇഫ് യു ലവ് റീഡിങ് സ്റ്റഫ്സ്, then please like, share, comment and subscribe, and I will see you with another one. Till then, bye bye and take care.